നല്ല കിടിലൻ തണുപ്പുമേറ്റ് മൂന്നാർ മലനിരകളുടെ വശ്യതയും സൗന്ദര്യവും ആസ്വദിച്ച് അല്പം മൂന്നാറിൻ്റെ ആരുമറിയാത്ത രഹസ്യങ്ങളിലൂടെ നമുക്കൊരു യാത്ര പോകാം. ശാലീനസുന്ദരമായ ഒരു മലമ്പ്രദേശമാണ് മൂന്നാർ. കുണ്ടല, കണ്ണിമല, നല്ലതണ്ണി എന്നീ 3 നദികളുടെ സംഗമകേന്ദ്രമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേരുണ്ടായത്. കയ്യേറ്റങ്ങളുടെയും ഒഴിപ്പിക്കലുകളുടെയും വിവാദ പരമ്പരകളിലൂടെ ഇന്ത്യ മുഴുക്കെ അറിയപ്പെടുന്ന ഈ സുന്ദരഭൂമി തേയിലം തോട്ടമാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന ഖ്യാതിയും മൂന്നാർ ഇതിനകം നേടിക്കഴിഞ്ഞു. ഇന്ത്യയിലെ, വിശേഷ്യ കേരളത്തിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് മൂന്നാർ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇത്രയേറെ വിവാദ നായികയായി മാറിക്കഴിഞ്ഞ മൂന്നാറിൻ്റെ അധികം അറിയപ്പെടാത്ത ചരിത്രത്തിലൂടെ കടന്നു പോകുന്നത് രസാവഹമായിരിക്കും എന്ന് തോന്നുന്നു. പൂഞ്ഞാർ രാജകുടുംബത്തെ പരാമർശിക്കാതെ മൂന്നാർ ചരിത്രം അപൂർണമായിരിക്കും. മൂന്നാറും പൂഞ്ഞാറുമായി അത്രയേറെ ബന്ധമുണ്ട്. AD 1155 മുതൽ 1800 വരെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു പൂഞ്ഞാർ എന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. അന്നത്തെ പൂഞ്ഞാർ രാജ്യത്തിൻ്റെ വിസ്തീർണം 4000 ചതുരശ്ര നാഴികയായിരുന്നു. തമിഴ്നാട്ടിലെ ചോള പാണ്ഡ്യ രാജാക്കന്മാർ തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതനായ മധുരയിലെ പാണ്ഡ്യ രാജാവ് മാനവിക്രമനാണ് പൂഞ്ഞാർ രാജവംശം സ്ഥാപിച്ചതെന്ന് പൂഞ്ഞാർ രാജകുടുംബ ചരിത്രാവലോകനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെട്ട മാനവിക്രമൻ അപമാനഭീതിയാൽ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും സ്വന്തം അനുജൻ മാരവർമ്മൻ ശ്രീവല്ലഭൻ്റെ അധീനതയിൽ ഏൽപ്പിച്ച് ഗൂഡല്ലൂരിലേക്ക് താമസം മാറ്റി. ഗൂഡല്ലൂരിൻ്റെ അതിർത്തി പ്രദേശമായ കേരളത്തിൽ നാടുവാഴികൾ തമ്മിലുള്ള തർക്കങ്ങളും കലാപങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ഈ കലഹങ്ങളിൽ നിന്ന് മുതലെടുക്കാൻ തന്നെയായിരുന്നു മാനവിക്രമൻ്റെ തീരുമാനം. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ഗൂഡല്ലൂരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പല നാടുവാഴികളിൽ നിന്നും സ്ഥലങ്ങൾ വിലയ്ക്ക് വാങ്ങി പൂഞ്ഞാർ രാജ്യം സ്ഥാപിച്ചു. അതുപോലെ തന്നെ മൂന്നാറിൻ്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമാണ് മുതുവാന്മാർ. മുതുവാന്മാർ മധുരയിലെ പാണ്ഡ്യരാജാവിൻ്റെ പ്രജകളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. AD 2-ാം നൂറ്റാണ്ടിലെ തമിഴ് മഹാകാവ്യമായ ചിലപ്പതികാരത്തിലെ കോവലൻ കണ്ണകി കഥയുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യൻ പ്രജകൾ എന്നറിയപ്പെടുന്നു. തെറ്റു ചെയ്യാത്ത കോവലൻ മധുരയിലെ പാണ്ഡ്യരാജാവിനാൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ കുപിതയായ കണ്ണകി തൻ്റെ ക്രോധാഗ്നിയാൽ മധുരയെ ചുട്ടരിച്ചു എന്നാണ് കഥ. മധുര അഗ്നിക്കിരയാകുമ്പോൾ ഓടി രക്ഷപ്പെട്ട പാണ്ഡ്യപ്രജകളിൽ ഒരു വിഭാഗമാണ് തമിഴ്നാട് അതിർത്തിയിലൂടെ കേരളത്തിൻ്റെ വനാന്തരങ്ങളിൽ കടന്നു കയറിയവർ. അവരാണ് മുതുവാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുതുവാന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ചരിത്രകാരന്മാരുണ്ട്. മറ്റൊരു ഭാഷ്യം ചോള രാജാവിനാൽ പരാജിതനായ പാണ്ഡ്യരാജാവ് മാനവിക്രമൻ്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട പ്രജകളാണ് മുതുവാന്മാർ എന്നാണ്. ഇത് കുറെ കൂടി വിശ്വസനീയമായി തോന്നുന്ന ഒരു കഥയാണ്. പൂഞ്ഞാർ രാജ്യാതിർത്തിയിലാണ് മുതുവാന്മാർ കൂടുതലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിഗമനത്തിൽ എത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ്. തിരുവിതാംകൂർ ഭാഗത്തുള്ള ആദിവാസികൾ അഗസ്ത്യമുനിയുടെ ഭക്തരാണ്. അഗസ്ത്യനെ അവർ ധ്യാനിക്കുകയും ചെയ്യുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ വനങ്ങൾ വെട്ടിത്തെളിച്ച് അവരുടെ ആവാസ കേന്ദ്രമാക്കാൻ കളമൊരുക്കിയത് അഗസ്ത്യമുനിയാണെന്ന് അവർ വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമാണ് ബ്രിട്ടീഷുകാർ. മൂന്നാറിലെ വനാന്തർ ഭാഗങ്ങളിൽ വേട്ടക്കിറങ്ങിയ സായിപ്പ് മൂന്നാറിൻ്റെ മണ്ണിൻ്റെ ഘടന കണ്ട് ചൈനയിൽ, അന്നത്തെ കാലത്ത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ചൈനയിൽ ഉണ്ടായ ഒരു കാർഷിക വിളയായ ചായ, അതായത് നമ്മുടെ തേയില, ആ തേയിലയെ മൂന്നാറിലേക്ക് പറിച്ചു നട്ട് ഇന്ന് കാണുന്ന കണ്ണൻ ദേവൻ മലനിരകളിലെ ആ ഭൂമിയെ അത്തരുണത്തിലാക്കിയ ബ്രിട്ടീഷുകാർ. അതിൽ പ്രധാനിയാണ് JD മൺറോയാണ് ആധുനിക മൂന്നാറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്.
അതുപോലെ തന്നെ സുഭിക്ഷമായ കാടുകൾ വെട്ടിത്തെളിച്ച് മൂന്നാറിൻ്റെ അന്തകൻ എന്ന പേരും JD മൺറോയ്ക്ക് സ്വന്തമാണ്. എന്നാൽ ഇന്ന് കാണുന്ന മൂന്നാറിനെ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളിലും JD മൺറോയുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ പറഞ്ഞത് മൂന്നാറിൻ്റെ ചരിത്രമാണെങ്കിൽ നമ്മൾക്ക് എന്താണ് മൂന്നാർ? മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങളാൽ ക്യാൻവാസിൽ കൂറിയ ചിത്രം പോലെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകളാൽ മഞ്ഞു പുതച്ച വഴികൾക്കൊപ്പം കോടമഞ്ഞു വാരി വിതറുന്ന സുഖകരമായ തണുപ്പും. വർണ്ണനകളിൽ ഒതുങ്ങാനാവില്ല മൂന്നാറിൻ്റെ സൗന്ദര്യം. കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിക്കും മൂന്നാറിൻ്റെ കാഴ്ചകൾ. കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളിയാഭരണം പോലെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ, അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. ഇന്നത്തെ ഈ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ഭാഗങ്ങൾ മൂന്നാറിൻ്റെ സായാഹ്ന കാഴ്ചകളാണ്. മൂന്നാറിന് രണ്ട് സൗന്ദര്യമാണ്. ഒന്ന് സൂര്യാസ്തമയ സമയത്തുള്ള സൗന്ദര്യവും ഒന്ന് സൂര്യോദയ സമയത്തുള്ള സൗന്ദര്യവും. രണ്ട് സൗന്ദര്യങ്ങളും ആസ്വദിച്ച് മൂന്നാറിൽ ഒരു ബഡ്ജറ്റ് ഹോട്ടലിൽ താമസിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്നാറിൽ എത്തി നിങ്ങൾക്ക് കാഴ്ചകൾ കണ്ട് മനസ്സിനെയും ശരീരത്തിനെയും തണുപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ പറ്റും എന്നത് 100% ഉറപ്പാണ്. അതുപോലെ രാജമല നമുക്ക് വരയാടിനെ കാണാൻ സാധിക്കില്ല. കാരണം ഫെബ്രുവരി, മാർച്ച് ആ മാസങ്ങളിലൊക്കെ അവിടെ വരയാടിൻ്റെ പ്രചരണം നടക്കുന്നതിനാൽ അപ്പോൾ യാത്രികരെ അവിടേക്ക് കയറ്റി വിടുന്നില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. കാരണം സന്ധ്യ ആയിരിക്കുന്നു, നമുക്ക് പള്ളി മണികളൊക്കെ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനകളും സന്തോഷവും ഒക്കെയായി നമുക്ക് ഈ രാത്രി മൂന്നാറിൽ കഴിഞ്ഞ് നാളെ രാവിലെ നമുക്ക് അടുത്ത വീഡിയോയിൽ മൂന്നാറിൻ്റെ പ്രഭാതം കണ്ടുണരാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിജു.